ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു സിമ്പിൾ കോൺഫ്ലോർ ഹൽവ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് കോൺഫ്ലോർ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവുമായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം, ഒരു 1.5 കപ്പ് വെള്ളം, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 കപ്പ് ശർക്കര പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് മതിയേ. ഈ ഒരു മിക്സ് ഒന്ന് അരിച്ചെടുത്തിട്ട് ഈ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ ഉണ്ടല്ലോ വെള്ളമായിട്ട്, അത് അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ ഒരു ചെറുതായിട്ട് കട്ടി പോലെ വരും. അത് പ്രശ്നമില്ല, പക്ഷെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 4 സ്പൂൺ നെയ്യ്, നല്ല നെയ്യ് കിട്ടുമല്ലോ, അത് 4 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ വരുവേ ഇളക്കി കൊടുക്കുമ്പോൾ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കാനായിട്ട്, ഒരുപാട് തീയിടരുത്. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് സൈഡിൽ നിന്ന് വിട്ടൊക്കെ വരും. ആ ഹൽവയുടെ ഒരു കൺസിസ്റ്റൻസി അറിയാലോ, അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു നുള്ള് ഉപ്പിടുക, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. ഒരു 4-5 ഏലക്ക നല്ലപോലെ പൊടിച്ച് ഇതാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇളക്കി കൊടുക്കുക. ഉപ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു 1-2 നുള്ളു ഉപ്പ്, ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വെളുത്ത എള്ളുണ്ടല്ലോ, അതും ഇതുപോലെ ഒന്ന് അതിൻ്റെ മേലേക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. കൂടെ നമ്മൾ നട്ട്സ്, ബദാം, പിസ്ത എല്ലാം കുറച്ച് എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് വിട്ട് വരണം. ഈ ഒരു ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ലോ ഫ്ലെയിം വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്വീറ്റ്സൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ചാനലിലുണ്ട്, ഒരു തിരാമിസും ഒക്കെ ഉണ്ട്. നമ്മുടെ ചാനലൊന്ന് ഇടയ്ക്ക് നോക്കണേ, കാണാത്തവർക്കൊന്ന് കയറി കാണണേ. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇതുപോലൊരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പൊടിച്ച് വെച്ച നട്ട്സ്, ബദാമും, പിസ്ത, കൂടെ നല്ല വെളുത്ത എള്ളും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തും ലെവൽ ചെയ്തൊന്ന് കൊടുക്കണേ, നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. എന്നിട്ട് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലാക്കാം. നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു ആറാൻ. നമ്മളൊരു മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ പ്ലേറ്റ് ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. നല്ല രസമാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഹൽവ ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ ആയിരിക്കും. വേറെ ഒരു ഇൻഗ്രീഡിയൻസോ ഇല്ല, കെമിക്കൽസോ ഒന്നുമില്ല. ഇത് ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെച്ചിരുന്ന് നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നല്ല സോഫ്റ്റാണ്, നല്ല കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ നെയ്യുടെ ഒക്കെ ടേസ്റ്റ് നമുക്ക് ശരിക്കും അറിയാനുണ്ടായിരുന്നു. സോ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ബൈ, ടേക്ക് കെയർ. ഇതിപ്പോൾ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പറയുകയല്ല, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഇഷ്ടപ്പെടും. ഇനി നമ്മൾ നാട്ടിൽ ചെന്നിട്ട് വേണം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. ഞാൻ അമ്മയ്ക്ക് റെസിപ്പി അയച്ചു കൊടുത്തു, അമ്മ അത് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബൈ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.